നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കരാട്ടയിൽ കപ്പടിച്ച് തിരുവനന്തപുരം. തൃശൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് 1200ഓളം താരങ്ങൾ. സംസ്ഥാന പുരുഷ കബഡിയിൽ കാസർഗോഡ് ജേതാക്കൾ. കണ്ണൂരിനെ ഫൈനലിൽ തോൽപ്പിച്ചാണ് കാസർഗോഡിന്റെ കിരീട നേട്ടം. NTPC ദേശീയ റാങ്കിംഗ് ആർച്ചറി ടൂർണമെന്റിന് സമാപനം. രാജ്യാന്തര താരങ്ങളെ ഞെട്ടിച്ച് ഫൈനൽ റൗണ്ടിൽ അട്ടിമറി ഫലം. നാഷണൽ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി കേരളം. മെഡലുകൾ നേടി വയനാട്ടിൽ നിന്നുള്ള സൈക്ലിസ്റ്റുകൾ. വാർത്തകൾ വിശദമായി. 46ാമത് സംസ്ഥാന സബ് ജൂനിയർ സീനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന് കിരീടം. 74 പോയിന്റുകൾ നേടിയ മലപ്പുറം ജില്ലയെ പിന്നിലാക്കി 113 പോയിന്റുകളോടെയാണ് തിരുവനന്തപുരം കപ്പടിച്ചത്. കേരള കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 46ാമത് സംസ്ഥാന സബ് ജൂനിയർ സീനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കപ്പടിച്ച് തിരുവനന്തപുരം. കത്ത, കുമിത്തെ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ 113 പോയിന്റുകളോടെയാണ് തലസ്ഥാന ജില്ല കിരീടം ചൂടിയത്. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് അർഹമായിട്ടുള്ളത് 113 പോയിന്റുള്ള തിരുവനന്തപുരം ജില്ലയാണ്. പോയിന്റുകളോടെ മലപ്പുറം 2ാം സ്ഥാനത്തും 67 പോയിന്റുകളുമായി എറണാകുളം 3ാം സ്ഥാനത്തും എത്തി. 14 ജില്ലകളിൽ നിന്നായി 1200ഓളം താരങ്ങളാണ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 15-16 തീയതികളിലായി നടന്ന മേളയിൽ മാറ്റുരച്ചത്. ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട്. കേരള കരാട്ടെ അസോസിയേഷന്റെ ഈ 46ാമത് സബ് ജൂനിയർ സീനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ എന്റെ ജീവിതത്തിൽ തന്നെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ധാരാളം കുട്ടികളെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ പറയുന്ന പോലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എല്ലാ കോമ്പറ്റീഷനുകളെയും നിങ്ങൾ നോക്കി കാണണം. സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ചടങ്ങിൽ ദേശീയ സ്കൂൾ ഗെയിംസ് കരാട്ടയിൽ മെഡൽ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. CBSE നാഷണൽസ് എന്നിവയിൽ മെഡലുകൾ കരസ്ഥമാക്കിയ കേരളത്തിന്റെ അഭിമാന താരങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ സാറിനെ ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടി കൊടുക്കുക. നമ്മുടെ കേരളത്തിന് വേണ്ടി മെഡലുകൾ നേടിയ കുട്ടികളെയാണ് ആദരിക്കുന്നത്. ശ്രീഹരി, തൃശൂർ. നിങ്ങളും ഇതുപോലെ മെഡലുകൾ വാങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ കൊല്ലം കുട്ടിയുടെ ഭവത്തിൽ കോച്ച് അഭിനവ് സുനിൽകുമാർ തൃശൂർ CBSE നാഷണൽസ് മെഡൽ നേടിയിരിക്കുകയാണ്. ചെയ്യുന്നതാണ്. കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസെ S. രഘുകുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, റഫറി കമ്മീഷൻ ചെയർമാൻ സെൻസെ സുനിൽ കുമാർ, വൈസ് പ്രസിഡന്റ് സെൻസെ R. സൂരജ്, ട്രഷറർ സെൻസെ PP വിജയകുമാർ എന്നിവർ സംസാരിച്ചു. റഫറി കമ്മീഷൻ അംഗങ്ങളായ അസീസ്, വിജയൻ, TA തോമസ്, രതീഷ്, V. സമ്പത്ത് എന്നിവർ പങ്കെടുത്തു. കേരള കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P. ചന്ദ്രശേഖര പണിക്കർ സ്വാഗതവും ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ ആര്യ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കണ്ണൂരിനെ തകർത്ത് കബഡിയിൽ കപ്പടിച്ച് കാസർഗോഡ്. കേരള സ്റ്റേറ്റ് കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 13-14 തീയതികളിലായാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടന്നത്. 72ാം കേരള സംസ്ഥാന സീനിയർ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടി കാസർഗോഡ്. കരുത്തരായ കണ്ണൂരിനെ ഫൈനലിൽ തോൽപ്പിച്ചാണ് കാസർഗോഡ് ജേതാക്കളായത്. നെതിരെ 23 പോയിന്റുകൾക്കാണ് ജയം. കാസർഗോഡ് JK കബഡി അക്കാദമിയിൽ ഫെബ്രുവരി 13-14 തീയതികളിലായാണ് വാശിയേറിയ പോരാട്ടം നടന്നത്.
പ്രാഥമിക റൗണ്ടിന് ശേഷം നടന്ന ക്വാളിഫയർ മത്സരങ്ങളിൽ നിന്നും ജയിച്ചെത്തിയ കൊല്ലം, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം എന്നീ ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടിയത്. ആദ്യ സെമിയിൽ കൊല്ലം ജില്ലയെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 24-നെതിരെ 43 പോയിന്റുകൾക്ക് തോൽപ്പിച്ചാണ് കാസർഗോഡ് ഫൈനലിലെത്തിയത്. രണ്ടാം സെമിയിൽ മലപ്പുറത്തിനെ 28-നെതിരെ 31 പോയിന്റുകൾക്ക് തോൽപ്പിച്ചായിരുന്നു കണ്ണൂരിന്റെ ഫൈനൽ പ്രവേശനം. 24-37. കേരള സ്റ്റേറ്റ് കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും JK കബഡി അക്കാദമിയും ചേർന്നാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കായിക, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകൾ മത്സരം കാണാനെത്തിയിരുന്നു. എറണാകുളം തേവര SH കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ദേശീയ റാങ്കിംഗ് ആർച്ചറി ടൂർണമെന്റിന് സമാപനം. വിജയികൾക്ക് ആർച്ചറി പ്രീമിയർ ലീഗ് ചെയർമാൻ അനിൽ കാമിനേനി സമ്മാനങ്ങൾ നൽകി. അട്ടിമറി പരാജയങ്ങളും മിന്നുന്ന വിജയങ്ങളുമായി NTPC ദേശീയ റാങ്കിംഗ് ആർച്ചറി ടൂർണമെന്റിന് സമാപനം. ഫൈനൽ റൗണ്ടിൽ മെഡൽ മത്സരത്തിനിറങ്ങിയ ഒളിമ്പ്യന്മാരായ തരുൺ ദീപ് റോയ്, അദാനു ദാസ്, ഭജൻ കൗർ, പ്രവീൺ യാദവ്, ലോക ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത രാജ്യാന്തര താരങ്ങളായ അമൽ സൈനി, പ്രഥമേഷ് ഭൂഗെ ഉൾപ്പെടെ പുരുഷ വനിതാ താരങ്ങൾ ഫൈനൽ റൗണ്ട് കാണാതെ പുറത്തായി. തേവര SH കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് നടന്നത്. റിക്കർ പുരുഷ വിഭാഗത്തിൽ സർവീസസിന്റെ ബൊമ്മ ദേവരാജ ധീരജ് സ്വർണം നേടി. സർവീസസിന്റെ രാഹുൽ B വെള്ളിയും ഹരിയാനയുടെ മായങ്ക് കുമാർ വെങ്കലവും നേടി. വനിതാ റിക്കർവിൽ ജാർഖണ്ഡിന്റെ അങ്കിത ഭഗത് സ്വർണം നേടി. പഞ്ചാബിന്റെ സിമ്രാൻ കൗർ വെള്ളിയും ദീപിക കുമാരി വെങ്കലവും നേടി. കോമ്പൗണ്ട് പുരുഷ വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശ് താരം ഗണേഷ് മണിരത്നം സ്വർണവും ഹരിയാനയുടെ ഋഷഭ് യാദവ് വെള്ളിയും സർവീസസിന്റെ കുണ്ടല വെങ്കിടാതിരി വെങ്കലവും നേടി. കോമ്പൗണ്ട് വനിതകളിൽ പഞ്ചാബിന്റെ അവനീത് കൗർ സ്വർണവും മഹാരാഷ്ട്രയുടെ അതിഥി ഗോവിച്ചന്ദ് സ്വാമി വെള്ളിയും മായ ബിഷോണി വെങ്കലവും നേടി. സമാപന സമ്മേളനവും സമ്മാനദാനവും ആർച്ചറി പ്രീമിയർ ലീഗ് ചെയർമാൻ അനിൽ കാമിനേനി നിർവഹിച്ചു. ചടങ്ങിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് മോഹൻദാസ്, ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യ ട്രഷറർ ഡോക്ടർ ജോറിസ് പൗലോസ്, ജോഷി പള്ളൻ, സംസ്ഥാന അസോസിയേഷൻ ഭാരവാഹികളായ ഗോകുൽനാഥ്, പന്മന മജേഷ്, സജീവൻ, G സന്തോഷ്, MR എന്നിവർ പങ്കെടുത്തു. കായിക അധ്യാപകരുടെ യോഗം സംഘടിപ്പിച്ച് തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ. പരിശീലന സമയത്തെ വെല്ലുവിളികളും കായിക മേഖലയിലെ പ്രശ്നങ്ങളും കായിക അധ്യാപകർ പങ്കുവച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാമ്പയിന്റെയും KOA സ്പോർട്സ് മാഗസിൻ പ്രചരണത്തിന്റെയും പ്രാധാന്യവും യോഗത്തിൽ ഉയർത്തിക്കാട്ടി. തിരുവനന്തപുരം ജില്ലയിലെ കായിക അധ്യാപകരുടെ യോഗം സംഘടിപ്പിച്ച് തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ. ജില്ലാ ട്രഷറർ ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഹോട്ടൽ ഹൊറിസണിൽ ചേർന്ന യോഗം കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് B സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 140ഓളം അധ്യാപകർ പങ്കെടുത്ത യോഗത്തിൽ കായിക മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സ്കൂളിലെ പരിശീലന സമയത്ത് നേരിടുന്ന വെല്ലുവിളികളും കായിക അധ്യാപകർ പങ്കുവച്ചു. 2036 ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ച് കേരളത്തിലെ കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഇത്തരമൊരു യോഗം സംഘടിപ്പിച്ചത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാമ്പയിന്റെയും KOA സ്പോർട്സ് മാഗസിൻ പ്രചരണത്തിന്റെ പ്രാധാന്യവും യോഗത്തിൽ ഉയർത്തിക്കാട്ടി. ജില്ലാ സെക്രട്ടറി വിജു വർമ്മ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. TDOA പ്രസിഡന്റ് KS ബാലഗോപാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ SN രഘുചന്ദ്രൻ നായർ, SS സുധീർ, മനോജ് T, ജിത്തു, മനോജ്, സമ്പത്ത്, നരേന്ദ്രൻ, ബൈജു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി സ്പോർട്സിൻ ഷോർട്സിലേക്ക് പോകാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ V സുനിൽകുമാറിന്. വിവിധ മേഖലകളിൽ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. തിരുവനന്തപുരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡീസ് സെന്ററും കൊച്ചിയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെന്റും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത്. ഫെബ്രുവരി 25-ന് തിരുവനന്തപുരം ഹോട്ടൽ റീജൻസി ഗ്രാൻഡിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. കാസർഗോഡ് തളങ്കര സ്കൂളിൽ നടന്ന സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയും വിജയികൾ. ഫൈനലിൽ പാലക്കാട് എറണാകുളത്തിനെയും ആലപ്പുഴ പാലക്കാടിനെയുമാണ് പരാജയപ്പെടുത്തിയത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വയനാടും 3ാം സ്ഥാനത്തെത്തി. സംസ്ഥാന ചടങ്ങിൽ കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ ഹനീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സമാപന ചടങ്ങിൽ സംസ്ഥാന നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് S നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 4ാമത്തെ ഗ്രൂപ്പ് മത്സരവും ജയിച്ച് സൂപ്പർ 8-ലെത്തി ഇന്ത്യ. നെതർലൻഡ്സിനെ 17 റണ്ണിന് കീഴടക്കിയതോടെ 8 പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതെത്തി. ശിവം ദുബെയുടെ ഓൾറൗണ്ട് മികവാണ് അനായാസ ജയമൊരുക്കിയത്. സൂപ്പർ 8-ൽ ഇന്ത്യയുടെ ആദ്യ കളി ഫെബ്രുവരി 22-ന് ദക്ഷിണാഫ്രിക്കയുമായാണ്. 26-ന് സിംബാബ്വേയും മാർച്ച് 1-ന് വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.